ശബരിമല വിമാനത്താവളത്തിനായി കണ്ടെത്തിയ ഭൂമി ഏറ്റെടുക്കാമെന്ന് സാമൂഹികാഘാത പഠന റിപ്പോർട്ട്. പദ്ധതിക്കായി കുടിയൊഴിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും റിപ്പോർട്ടിലുണ്ട്. തൃക്കാക്കര ഭാരത് മാതാ കോളേജിലെ സോഷ്യൽ വർക്ക് വിഭാഗം നടത്തിയ പഠന റിപ്പോർട്ട് കോട്ടയം ജില്ലാ കളക്ടർക്ക് കൈമാറി. വിശദമായ റിപ്പോർട്ട് കളക്ടർ സംസ്ഥാന സർക്കാരിനും സമർപ്പിക്കും. 2570 ഏക്കർ ഭൂമിയാണ് നിർദ്ദിഷ്ട ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായി കണ്ടെത്തിയത്. എരുമേലി തെക്ക് മണിമല വില്ലേജുകളിലാണ് ഭൂമി. ഇതിൽ 2263 ഏക്കർ ഭൂമി ചെറുവള്ളി എസ്റ്റേറ്റിന്റെയും 307 ഏക്കർ ഭൂമി സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതുമാണ്. പഠന റിപ്പോർട്ട് പ്രകാരം 382 കുടുംബങ്ങളെ വിമാനത്താവള പദ്ധതി ബാധിക്കും. എസ്റ്റേറ്റിലെ ലയത്തിൽ താമസിക്കുന്ന 238 കുടുംബങ്ങളെയും പുറത്തു താമസിക്കുന്ന 114 കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിക്കണം. ഇതിൽ ഭൂരിഭാഗം കുടുംബത്തിൽപ്പെട്ടവർക്കും തൊഴിൽ നഷ്ടപ്പെടും. ഇതെല്ലാം കണക്കിലെടുത്ത് സമഗ്രമായ പുനരധിവാസ പാക്കേജും നഷ്ടപരിഹാരവും ഉറപ്പുവരുത്തണമെന്നാണ് പഠന റിപ്പോർട്ടിലെ പ്രധാന നിർദ്ദേശം. എപ്പോഴും ശബരിമല എയർപോർട്ട് എന്നുള്ളത് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ഘടകമായി വന്നു നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ആ ഗൗരവത്തോടു കൂടി തന്നെ ഗവൺമെൻറ് ഈ പ്രശ്നത്തിൽ ഇടപെടുന്നുണ്ട്. ഇവിടെ സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട എല്ലാ പ്രവർത്തനങ്ങളും വളരെ ത്വരിതഗതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് അനുമതി തരുന്ന മുറയ്ക്ക് ബാക്കി നടപടിക്രമങ്ങളുമായി മുന്നോട്ട് നീങ്ങും. ഇപ്പോൾ സാമൂഹികാഘാത പഠന റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അടുത്ത റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് അടുത്ത നടപടിയിലേക്ക് കടക്കും. പദ്ധതി പ്രദേശത്ത് ഒരു സ്കൂളും 7 ആരാധനാലയങ്ങളുമുണ്ട്. ഇവ മാറ്റിസ്ഥാപിക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യണം. പ്രദേശത്തെ കച്ചവട വാണിജ്യ സ്ഥാപനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടവും നികത്തണം. 2 വർഷം മുമ്പ് സാമൂഹ്യാഘാത പഠനത്തിനായി സർക്കാർ ഇറക്കിയ വിജ്ഞാപനം റദ്ദാക്കിയ ശേഷമാണ് ഭാരത് മാതാ കോളേജിനെ പഠനത്തിനായി ചുമതലപ്പെടുത്തിയത്. മീഡിയ 1 കോട്ടയം.